ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി കൊണാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി നാഗാലാൻഡ്. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ സി ശ്രീമതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 25 വയസ്സ്. നിലവിൽ GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി കേന്ദ്ര ധനകാര്യമന്ത്രി. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്. ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം ആരാണ്? ഓപ്ഷൻ ഡി സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ദക്ഷിണ ധ്രുവം. നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി സിക്കിം. മില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ അയ്യങ്കാളി. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് അഫ്ഗാനിസ്ഥാൻ. കേരള തീരപ്രദേശത്ത് പ്രധാനമായിട്ടും ചവറയിൽ കാണപ്പെടുന്ന ആറ്റോമിക ധാതു ഏതാണ്? ഓപ്ഷൻ ഡി തോറിയം. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി കോറമാണ്ടൽ തീരം. വിദ്യാസൽപുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി നർമ്മദ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഗുജറാത്ത്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി നെയ്യാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി NH-44. കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടി ഏത്? ഓപ്ഷൻ സി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ശരിയാണ്. 17 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതും ശരിയാണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തി. അത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ്. 3 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് തിയോസഫിക്കൽ സൊസൈറ്റി ഏതാണ് വരുന്നത്? ഓപ്ഷൻ 3 ആണ് വരുന്നത്. കേണൽ ഉൾക്കോട്ട്. ഇനി സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഖേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് കർഷകരെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഗുൻസുർ. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 3. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചെന്ന് പറയുന്നു. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തന്ത്രമാണ് മഹലാനോബി സ്വീകരിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പൊതുമേഖലയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. സമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കുക എന്ന് പറയുന്നത് ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിരുന്നു. 1947 ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ലയന കരാറിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ആരൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഇനി വാദവും കാരണം തന്നിട്ടുണ്ട്. ലിത്തൻ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമത്തെ ഇന്ത്യൻ ജനത എതിർത്തു. ശരിയാണോ? ശരിയാണ്. ഇനി പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്. കാരണം വാദത്തെ വിശദീകരിക്കുന്നു. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക.
ആൻസർ വരുന്നത് ഏതാണ് വരാ? 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരാം അല്ലേ? 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരാം. ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ചത്. പാകിസ്ഥാൻ 2 പ്രദേശങ്ങളായിട്ട് രൂപം കൊണ്ടു. പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയെന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ ഫേസിൽ നിന്ന്, അതായത് ആദ്യത്തെ ഫേസ് 3-4 ഒരെണ്ണം ക്യാൻസലായ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം നോക്കി പോയവർക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് വരാം? 1 വരും, 3 വരും അല്ലേ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 3 ആണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ശ്രമത്തിൻ്റെ ഭാഗമായാണ് പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം നടപ്പിലാക്കിയത്. BR അംബേദ്കർ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെ എതിർത്തിരുന്നു എന്ന് പറയുന്നു അല്ലേ? അതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഇനി ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രധാന വ്യവസ്ഥയായിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്ന വ്യവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ഏത് സമരത്തോടു കൂടിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദണ്ഡി മാർച്ച്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ സി ജപ്പാൻ. കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മോട്ടു എന്ന ആനക്കുട്ടി. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ മുതലായ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവനമാർഗം ഉറപ്പിക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്നേഹയാനം. സുന്ദർലാൽ ബഹുഗുണയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണ, ഓപ്ഷൻ ഡി, ചിപ്കോ പ്രസ്ഥാനം. ഭൗമസൂചിക പദവി ലഭിച്ച ഒരു കാർഷിക ഉൽപ്പന്നം. തന്നിരിക്കുന്നതിൽ കാർഷിക ഉൽപ്പന്നം. ആൻസർ ഓപ്ഷൻ എ ആണ്, പാലക്കാടൻ മട്ടഅരി. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ. ഓപ്ഷൻ ബി, കണ്ടൽ വനങ്ങൾ. വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ സി, നിശാന്തത. പരിശീലനം സിദ്ധിച്ച കുടുംബശ്രീ വളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുന്ന പദ്ധതി. ഓപ്ഷൻ ബി, സാന്ത്വനം. വാട്ടർ ഗ്യാസ് എന്തിനെയൊക്കെ മിശ്രിതമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതം. പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള പലഹാരങ്ങളിൽ മധുരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരെന്താണ്? അസ്പാർട്ടം. രാത്രിയിൽ പടക്കം പൊട്ടുമ്പോഴുണ്ടായ വെളിച്ചം കണ്ട് 2 സെക്കൻഡിന് ശേഷം അതിൻ്റെ ശബ്ദം കേട്ടുവെങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലത്തിലായിരിക്കും? ശബ്ദവേഗം തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്, 700 മീറ്റർ. ഫാരൻഹീറ്റ് താപനിലയും സെൽഷ്യസ് താപനിലയും ഒരേ അളവ് കാണിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, -40°C. താഴെ തന്നിരിക്കുന്നതിൽ സംരക്ഷിത ബലങ്ങൾ ഏവ? ആൻസർ വരുന്നത് 1ഉം 4 ആണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 4. ഗുരുത്വാകർഷണ ബലം, സ്ഥിതി വൈദ്യുതി ബലം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ ഒന്നാമത്തെ ഉത്തേജക അവസ്ഥയിലെ ഊർജ്ജവും രണ്ടാമത്തെ ഉത്തേജക അവസ്ഥയിലെ ഊർജ്ജവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 9/4. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണപഥം കൃത്യമായി വൃത്താകാരമാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ ചെയ്യുന്ന പ്രവൃത്തി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ സി ആണ്, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, ഘർഷണം വഴി ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നെഗറ്റീവാണ്. സിങ്കിൻ്റെ അയിരല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിഡറൈറ്റ്. ഹൈഡ്രജൻ ഐസോടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ റേഡിയോ ആക്റ്റീവ് ഏതാണ്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്, ട്രിഷിയമാണ് അല്ലേ? ട്രിഷിയമാണ്. നെക്സ്റ്റ് മാത്സ് ആണ്. 81ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 60. 82ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 240. 83 ഓപ്ഷൻ എ ആണ്, 2.4. 84ൻ്റെ ആൻസർ വരുന്നത് 84 ഓപ്ഷൻ ബി ആണ്, 1. 85 ഓപ്ഷൻ സി ആണ്, 2. 86 ഓപ്ഷൻ ബി ആണ്, 36. 86ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 78. 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1/3.
നെക്സ്റ്റ് 88ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 36. 89ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 1/100. 90ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 4. 91ൻ്റെ ആൻസർ ഓപ്ഷൻ 91 ഓപ്ഷൻ ബി 24. 92ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 16. 93ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 2. 94 അപ്പോൾ 93 ഓപ്ഷൻ ഡി 2, 94 ഓപ്ഷൻ എ 110, 95 ഓപ്ഷൻ ബി 9, 96 ഓപ്ഷൻ ഡി 49, 97 ഓപ്ഷൻ സി ആണ്, 98 ഓപ്ഷൻ ബി 32, 99 ഓപ്ഷൻ എ 44, 100 ഓപ്ഷൻ സി 21.